എപ്പിസോഡിനകത്ത് ആ ഒരു ഗെയിം സെക്കൻഡ് ടാസ്കിന്റെ ഫസ്റ്റ് റൗണ്ട് ബിന്നി തന്നെ സ്റ്റാക്ക് ചെയ്ത് ശരിയാക്കിയതായിട്ടാണ് കാണിക്കുന്നത്. അവരുടെ ഒരു സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തായിട്ട് കാണിക്കുന്നുണ്ട്. 10 ബോൾട്ടുകളും കറക്റ്റ് ആയിട്ട് ബിന്നി സ്റ്റാക്ക് ചെയ്യുന്നുണ്ട്. 50-ലേറെ തവണ എല്ലാവരും കൂടി ചെയ്ത് നോക്കിയിട്ട് പാളിയിട്ടാണ് അവസാനം ബിന്നി അത് കറക്റ്റായിട്ട് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ ടാസ്ക് റെന ചെയ്യുന്നതും അതേപോലെ നാലാമത്തെ ബോട്ടിൽ ഫ്ലിപ്പിംഗ് അനീഷ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഫാസ്റ്റ് കട്ട്സ് ആണല്ലോ എപ്പിസോഡിനകത്ത്. എഡിറ്റിംഗ് കാരണം നമുക്ക് മനസ്സിലാവത്തില്ല എത്ര തവണ ഇവര് ശ്രമിച്ചു നോക്കിയിട്ടാണ് അത് ചെയ്തത് എന്നുള്ളത്, അവസാനം കറക്റ്റായിട്ട് കിട്ടിയത് എന്നുള്ളത്. അതൊക്കെ ലൈവ് കണ്ടാൽ മാത്രം അതിൻ്റെ അകത്ത് ഒരു ശ്രമകരമായ ഒരു പ്രോസസ്സ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ കളിച്ച് ഇവർക്ക് 4000 പോയിന്റുകൾ ലഭിക്കുന്നത് വരെയാണ് നമ്മുടെ മെയിൻ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. ബാക്കി പോയിന്റുകളുടെ കാര്യങ്ങൾ BB+ കാണിച്ചാലും എത്രത്തോളം കാണിക്കുമെന്നറിയില്ല, കാരണം പരിമിത സമയമാണുള്ളത്. ഇവർക്ക് ഈ 18,000 അല്ലെങ്കിൽ 20,000 പോയിന്റുകൾ ലഭിക്കുമോ അതോ ആ ഒരു ഫുഡ് ഐറ്റംസ് ബിഗ് ബോസ് തിരിച്ചെടുക്കുമോ എന്നുള്ളത് ലൈവ് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. രാത്രി മുഴുവൻ ഇത് ലൈവിൽ നടക്കുമെന്നാണ് തോന്നുന്നത്. കാരണം എങ്കിൽ മാത്രമേ വേക്കപ്പ് സോങ്ങിന് മുമ്പായിട്ട് ഇത് തീരത്തുള്ളൂ. എങ്കിൽ പോലും തീരുമെന്ന് തോന്നുന്നില്ല, കാരണം അത്രയും ആ ഒരു പേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലൈവില്. ഇത് മാത്രമല്ലെന്ന്, ഇവരിപ്പോ 18,000 പോയിന്റ്സ് ഉണ്ടാക്കിയെന്ന് വെച്ചോ, ബാക്കി 2000 വരുന്നത് നെവിന്റെ സാധനങ്ങളാണ്. നെവിനെ പിണക്കി കഴിഞ്ഞാല് നെവിൻ അവർക്ക് പണി കൊടുക്കും. നെവിൻ അവരിൽ 3 പേരെ നോമിനേഷനിലേക്ക് ഇടും. എന്ന് മാത്രമല്ല, ഓണം എപ്പിസോഡിൽ ആ 3 പേർക്ക് പങ്കെടുക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ഈ 20,000 പോയിന്റുകളും ഈ 7 അടിമകളും നേടിയെടുത്തേ കഴിയൂ. നമുക്ക് നോക്കാം, രാത്രി കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും ലൈവ് വിശേഷങ്ങൾ നമ്മൾ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ലൈവില് റെന ആ ഒരു മൂന്നാമത്തെ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.